ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു ഒരു സാമ്പാർ വെക്കാമെന്ന്. പക്ഷേ അധികം പച്ചക്കറികളൊന്നും ഇല്ല, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കറി വെക്കാം. ഇത് വീട്ടിലുണ്ടായ മുരിങ്ങാവാളാണ്, പക്ഷേ എന്താണെന്നറിയില്ല, കേടുവരുന്നു. പകുതി ഇങ്ങനെ ഉണങ്ങിയ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ മുറിച്ച് മാറ്റി ബാക്കി കഷ്ണം ചെറുതാക്കി മുറിച്ചെടുത്തു കേട്ടോ. അതുപോലെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ സാമ്പാറിൻ്റെ പാകത്തിന് മുറിച്ചെടുത്തു. സാമ്പാർ ഉണ്ടാക്കിയ രണ്ടാണ് ഗുണം. രാവിലത്തെ ചായക്കും എടുക്കാം, ഉച്ചക്കത്തെ ചോറിനും എടുക്കാം. ആദ്യം തന്നെ കുറച്ച് പരിപ്പെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം. വെന്ത പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി ആ കുക്കറിനകത്ത് തന്നെ നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വേവുള്ള കഷ്ണങ്ങൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. തക്കാളി, വെണ്ട, മുരിങ്ങാക്കോല് എന്നിവ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കഷ്ണത്തിൻ്റെ അകത്ത് സാമ്പാർ പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയെല്ലാം ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 വിസിലേ വരണ്ടു. ആ ഒരു ടൈമിൽ നമുക്ക് തേങ്ങ വറക്കാം. അപ്പോൾ തേങ്ങ ഈ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ ഇട്ട കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി രണ്ടാമത് വേവ് കുറവുള്ള കഷ്ണങ്ങളും പിന്നെ വേവിച്ച് വെച്ച പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ വരുന്നവരെ വീണ്ടും വേവിക്കുക. ഇപ്പം ഏകദേശം എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് വറുത്തരച്ച തേങ്ങയും പിന്നെ പുളിവെള്ളവും ചേർത്ത് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് വറവ് കഴിച്ചു കൊടുക്കുക. അതിനിടയിൽ ഞാൻ ദോശയും പിന്നെ ചട്നിയും ഉണ്ടാക്കി കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാനും ദിവസം ചായ കുടിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.